ചിന്താശേഷിയും സാമൂഹിക ബോധമുള്ള മലയാളികളെല്ലാം ചിന്തിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഒരു UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കുറച്ചേയാകുന്നുള്ളൂ. VD സതീശൻ സർക്കാർ കേരള നിയമസഭയിലെ 16ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സ്പീക്കറെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. സുപ്രധാനമായ പല തീരുമാനങ്ങളും VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനേകം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അനേകം വിഷയങ്ങളിൽ മുഖം തിരിച്ചു നിന്നുകൊണ്ട് തുടർഭരണം നേടിത്തന്ന അഹങ്കാരത്തിലും അഹന്തയിലും ധാർഷ്ട്യത്തിലും മാത്രം പൊതുജനങ്ങൾക്ക് മേൽ കുതിര കയറിക്കൊണ്ട് പൊതുജനങ്ങളെ കേൾക്കാതെ നടത്തിയ ഒരു ഭരണരീതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും കേരളക്കര കണ്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനെ കാണാൻ ചെല്ലുന്നവർ ധരിച്ചിരിക്കുന്നത് മുഷിഞ്ഞ വേഷമാണെങ്കിൽ ഒരു കാലത്തും മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ലഭിക്കില്ലായിരുന്നുവെന്നും പാർട്ടി ഓഫീസുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമൊക്കെ അവരെ അകറ്റി നിർത്തുമായിരുന്നുവെന്നും നല്ല വസ്ത്രധാരികളായ വലിയ ബിസിനസ്സുകാർക്കൊക്കെ മാത്രമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാൻ അനുവാദം ലഭിച്ചിരുന്നത് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ അരാഷ്ട്രീയവാദിയോ ഒന്നുമല്ല. ഭരിച്ചിരുന്ന പാർട്ടിയുടെ മുന്നണിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന, മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരുന്ന CPM എന്ന സംഘടനയുടെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ തന്നെയാണ്. പരാജയത്തിന്റെ കാരണം വിലയിരുത്തുവാൻ അണികളോട് നിങ്ങൾ ധൈര്യമായി ആരെക്കുറിച്ചാലും വിമർശനം പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ പാർട്ടി വിമർശനങ്ങൾ പക്ഷേ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. പരാജയത്തിന്റെ കാരണമറിയുവാൻ തയ്യാറാക്കിയ ചോദ്യാവലിയിൽ ഭരണവിരുദ്ധ വികാരത്തെ പറ്റിയോ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവരെ കുറിച്ചുള്ള അഭിപ്രായമോ പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലും പാർട്ടി അണികൾക്ക് നൽകുന്നില്ല. പരാജയത്തിന് വലിയ കാരണക്കാരനായ പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുന്നു എന്ന വിരോധാഭാസവും ആ പാർട്ടിയുടെ കാര്യങ്ങളിൽ തന്നെയുണ്ട്. പ്രായാധിക്യത്തിന്റെ പേരിൽ മറ്റു പലരെയും മാറ്റി നിർത്തിയപ്പോഴും മുഖ്യമന്ത്രിയാകണം എന്ന പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് സഖാവ് പിണറായി വിജയന് CPMൽ മത്സരിക്കാൻ പോലും അവസരം ലഭിച്ചത് എന്നിരിക്കെ ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് 62 വയസ്സുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിന് 84 വയസ്സു കഴിഞ്ഞിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. പിണറായി വിജയൻ സഖാവിന് 35 പേരെ വെച്ചുകൊണ്ട് എങ്ങനെ പ്രതിപക്ഷ നിരയെ നേരെ നയിക്കാൻ സാധിക്കുമെന്ന ചോദ്യം കറതീർന്ന സഖാക്കന്മാരിലും പാർട്ടി സ്നേഹികളിലും ഇപ്പോഴും ഉയർന്നു കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞു വന്നതൊക്കെ പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഭരണപക്ഷത്തേക്ക് വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉണ്ടായ തമ്മിൽ തല്ലി പിന്നീടുള്ള ഭരണകാര്യങ്ങളിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും BJPയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന 2 മന്ത്രിസഭാ യോഗങ്ങളിൽ വളരെ ഐക്യത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് അത് മുഖ്യമന്ത്രി നേരിട്ട് വന്നിരുന്ന മാധ്യമങ്ങളോട് സവിനയം പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാധ്യമപ്രവർത്തകർ എന്ത് ചോദിച്ചാലും കൃത്യമായ ഉത്തരം, അതിന് കൃത്യമായി പഠിച്ചുകൊണ്ട് മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിലും ഉത്തരം നൽകിക്കൊണ്ട് VD സതീശൻ തന്റെ ജനപ്രീതി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പാർട്ടിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹവും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. UDFന്റെ ഘടകകക്ഷികളെല്ലാം തന്നെ സംതൃപ്തരാണ്. നിയമസഭയിൽ അംഗങ്ങളില്ലാതെ പോയ RSPക്ക് 3 സീറ്റുകളുമായി RSP വലതുപക്ഷത്തിനൊപ്പമുണ്ട്. അതിൽ ഷിബു ബേബി ജോൺ മന്ത്രിയായിരിക്കുന്നു. ചരിത്രത്തിൽ ഇത്രയും കാലം മന്ത്രിസ്ഥാനമോ MLA സ്ഥാനമോ കിട്ടാതിരുന്ന CMP നേതാവിന് പോലും മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് UDF അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ജനവും സർക്കാരും ഭരണവും അധികാരവും UDFന് ലഭിച്ചിരിക്കുന്നു. പറഞ്ഞ വാക്കുകൾ പാലിക്കാനുള്ള സമയമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ VD സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. വരും ഘട്ടങ്ങളിൽ പരിശോധിച്ച് വീണ്ടും അത്തരം തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുമെന്നും ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നും VD സതീശൻ ജനങ്ങൾക്ക് വാക്കു നൽകുന്നു. ആശാ വർക്കർമാർ അത് കേട്ട് ആഹ്ലാദത്തിൽ തന്നെയാണ്. പായസ വിതരണവും മധുരപലഹാര വിതരണവുമായി ആശാ വർക്കർമാരും തങ്ങളെ കേട്ട ഒരു സർക്കാർ ഈ നാട്ടിലുണ്ട് എന്ന സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലിന് മാത്രം മല എലിയെ പ്രസവിച്ചതുപോലെയാണ് UDF സർക്കാരിന്റെ തീരുമാനമെന്ന പ്രതിഷേധമുണ്ട്.
ശൈലജ ടീച്ചറിനെ പോലെയുള്ള ഇടതു നേതാക്കന്മാർ പറയുന്നത് 3000 രൂപ വർധനവ് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണെന്നും ഇനി കഴിയുമെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നും സർക്കാരിന്റെ ആ തീരുമാനത്തോട് അവരെല്ലാം യോജിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആശാ വർക്കർമാരുടെ ആവശ്യം ശമ്പളം 21,000 രൂപയാക്കുക എന്നതു തന്നെയാണ്. ഉറപ്പായും ആശാ വർക്കർമാർ ഒരു ദിവസം 700 രൂപ എന്ന ദിവസ വേതനം അർഹിക്കുന്നവർ തന്നെയാണ്. ഉറപ്പായും വരും നാളുകളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ വി.ഡി. സതീശൻ സർക്കാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി ഉയർത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി സർക്കാരിനെയും ഭരണാധികാരികളെയും ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ വന്നാൽ എല്ലാ മുന്നണികളിൽ നിന്നും സ്ഥാനാർത്ഥിമാരായി മത്സരിപ്പിക്കുന്നത് കൂടുതലും ആശാ വർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയും ഒക്കെയാണ്. പ്രത്യേകിച്ച് വനിതാ സംവരണ സീറ്റുകളിലേക്കൊക്കെ ആളുകളെ മത്സരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം പ്രയോറിറ്റി നൽകുന്നത് ആശാ വർക്കർമാർക്ക് തന്നെയാണ്. ഓരോ ആശാ വർക്കർമാർക്കും ഓരോ വീടുകളുമായുള്ള അടുത്ത ബന്ധം പരിഗണിച്ചാണ് ഇത്തരത്തിൽ ആശാ വർക്കർമാരെ മത്സരിപ്പിക്കുന്നത്. ഇതിലധികവും ഇടതുപക്ഷ പാർട്ടികളാണ് കൂടുതലായി ആശാ വർക്കർമാരെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. എന്തായാലും സർക്കാർ സംവിധാനത്തിൽ മാന്യമായി ജീവിക്കുവാനുള്ള ഒരു തുക, ദിവസവേതന കൂലി 700 രൂപ, മാസം 21,000 രൂപ ആശാ വർക്കർമാർക്ക് നൽകുന്ന ഒരു അവസരം ഈ സർക്കാർ ഉണ്ടാക്കിയെടുത്താൽ വി.ഡി. സതീശൻ സർക്കാർ ഈ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് പറയുവാനുള്ള കാരണം ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു തീരുമാനം കൂടി വി.ഡി. സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന മറ്റൊരു അഴിമതി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട പെൻഷൻ വിവാദം. ഒരു മന്ത്രിക്ക് 5 വർഷക്കാലത്തേക്ക് ഒരു അവസരം ലഭിച്ചാൽ 2.5 വർഷക്കാലം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റി മറ്റംഗങ്ങളെ നിയമിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ തുടർന്നു പോന്നിരുന്നു. അതിനു കാരണം 2.5 വർഷക്കാലം ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സർവീസ് പൂർത്തീകരിച്ചാൽ അവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു. വി.ഡി. സതീശൻ സർക്കാർ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. 4 വർഷം തികയ്ക്കാത്ത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വി.ഡി. സതീശൻ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ആശാ വർക്കർമാരുടെയും അംഗനവാടി വർക്കർമാരുടെയും അതുപോലെ തന്നെ സഹകരണ ബാങ്ക് ജീവനക്കാരുടെയും കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാകണമെന്ന് ഈ സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു അപേക്ഷ വെക്കുകയാണ്. കാരണം അംഗനവാടി വർക്കർമാരും ആശാ വർക്കർമാരും സഹകരണ ബാങ്ക് ജീവനക്കാരും ഒക്കെ ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് സർവ്വസാധാരണമായ കാഴ്ചയാണ്. ഇവർക്കൊക്കെ ഈ പറയപ്പെടുന്ന ജോലികളിൽ നിന്ന്, പ്രത്യേകിച്ച് സർവീസ് സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ നല്ല ശമ്പളം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ആശാ വർക്കർമാരുടെ വേതനം കൂടി ഉയർത്തുന്നതോടുകൂടി, അംഗനവാടി വർക്കേഴ്സിന്റെ വേതനം കൂടി ഉയർത്തുന്നതോടുകൂടി അവർ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം കൊടുക്കുവാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് ഇവർക്ക് തന്നെ ഒരു ജോലിയും ഒരു വരുമാനവും ഉള്ള ആളുകൾക്ക് തന്നെ മറ്റുത്തരവാദിത്തങ്ങൾ ലഭിക്കുമ്പോൾ അവർ ജോലി ചെയ്യേണ്ടുന്ന സമയം പല ഉത്തരവാദിത്തങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോവുകയും അവരെ നിയമിച്ചിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് വേണ്ട തരത്തിൽ ജോലി കൃത്യമായി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരാൾക്ക് ലഭിക്കേണ്ട അവസരം കൂടി കവർന്നെടുക്കലായി അത് മാറുകയാണ്. നോക്കൂ, പഞ്ചായത്ത് മെമ്പറും ആശാ വർക്കറും 2 പേരാണെങ്കിൽ ഉറപ്പായും ആ വാർഡിൽ അവരുടെ തോളോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ എഫക്റ്റീവായ ആളുകളിലേക്ക് എത്തിക്കുവാൻ സഹായകമാകും. എന്നാൽ ഒരു ആശാ വർക്കർ തന്നെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന എത്രയോ വാർഡുകൾ അല്ലെങ്കിൽ ഡിവിഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ആശാ വർക്കർക്ക് പഞ്ചായത്ത് മെമ്പറുടെ കൂടി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ 2 സേവനങ്ങളാണ് ഇല്ലാതായി മാറുന്നത്. ഈ സാഹചര്യത്തിന് കൂടി അറുതി വരുത്തേണ്ടതുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന ആശാ വർക്കർമാർക്ക് എപ്പോഴും വീടുകളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ്. പലപ്പോഴും പ്രായമായ ആളുകൾ തെറ്റിദ്ധരിച്ച് ആശാ വർക്കർമാർക്ക് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ആശാ വർക്കർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മരുന്നുകളോ സേവനങ്ങളോ തരാൻ അവർ വിമുഖത കാട്ടിയാലോ എന്ന് പേടിച്ച് ആശാ വർക്കർമാർക്ക് വോട്ട് ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്കൊക്കെ നേരിട്ടറിവുള്ളതാണ്. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പെൻഷൻ കാര്യത്തിൽ തീരുമാനമെടുത്ത ആർജവമുള്ള ഇവിടുത്തെ UDF സർക്കാർ ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകൾക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം, സാമൂഹിക സേവനത്തിനുള്ള അവസരം ഇതൊരുക്കി കൊടുക്കേണ്ടത് ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തം
തന്നെയാണ്. അതിന്റെ നിയമവശങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ആശാ വർക്കർമാർ, സഹകരണ ബാങ്ക് ജീവനക്കാർ, അംഗനവാടി വർക്കർമാർ പോലെയുള്ളവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കുവാനുള്ള നിയമ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.